C++ലെ ലൂപ്സ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം. ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 11.04, ഉബുണ്ടുവിലെ ജിസിസി g കമ്പൈലർ വെർഷൻ 4.6.1. ലൂപ്സിന്റെ ആമുഖത്തോടെ തുടങ്ങട്ടെ. ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ ആവർത്തിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ലൂപ്പ് ഉപയോഗിക്കുന്നു. ഉദ്ദേശത്തിനനുസരിച്ച് ഇവയെ മൂന്നായി തിരിച്ചിരിക്കുന്നു: വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. ആദ്യമായി വൈൽ ലൂപ്പ് നോക്കാം. വൈൽ ലൂപ്പ് അതിന്റെ ആരംഭത്തിൽ കണ്ടീഷൻ പരിശോധിക്കുന്നു. ഇതിന്റെ ഘടന വൈൽ കണ്ടീഷൻ, ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്. ഡു വൈൽ ലൂപ്പിലേക്ക് പോകാം. ഒരു ഡു വൈൽ ലൂപ്പ് കണ്ടീഷൻ ശരിയാക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇതിന്റെ ഘടന ഡു, ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്, ബ്രാക്കറ്റിന് ശേഷം വൈൽ കണ്ടീഷൻ. കണ്ടീഷൻ പരിശോധിക്കുന്നത് അവസാന ഭാഗത്താണെന്ന് കാണാം. വൈൽ ലൂപ്പിനും ഡു വൈൽ ലൂപ്പിനും ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ നേരത്തെ കോഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് തുറക്കട്ടെ. നമ്മുടെ ഫയലിന്റെ പേര് while.c. ആദ്യത്തെ 10 അക്കത്തിന്റെ സങ്കലനം വൈൽ ലൂപ്പ് ഉപയോഗിച്ച് കാണാം. കോഡ് വിശദീകരിക്കാം. ഇത് നമ്മുടെ ഹെഡർ ഫയൽ. മെയിൻ ഫംഗ്ഷനുള്ളിൽ x, y എന്നീ രണ്ട് ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്ത് 0ൽ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇതാണ് വൈൽ ലൂപ്പ്. x 10നേക്കാൾ ചെറുതോ അതിന് സമമോ എന്നതാണ് വൈൽ ലൂപ്പ് കണ്ടീഷൻ. ഇവിടെ xന്റെ മൂല്യം yയുടേതിനോട് കൂട്ടുന്നു. സങ്കലനത്തിന് ശേഷമുള്ള മൂല്യം yൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് yയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ xനെ വർദ്ധിപ്പിക്കുന്നു, അതായത് വേരിയബിൾ xനോട് 1 കൂട്ടുന്നു. ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ. Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുന്നു. ജിസിസി സ്പേസ് while.c സ്പേസ് -o സ്പേസ് while ടൈപ്പ് ചെയ്യുക. എന്റർ പ്രസ് ചെയ്യുക. /while ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഔട്ട്പുട്ട് കാണുന്നു. വൈൽ ലൂപ്പിന്റെ പ്രവർത്തനം നോക്കാം. വിൻഡോ റീസൈസ് ചെയ്യട്ടെ. ഇവിടെ xന്റെയും yയുടെയും ആദ്യത്തെ മൂല്യം 0. ഇത് വൈൽ കണ്ടീഷൻ. x 10നേക്കാൾ ചെറുതോ അതിന് സമമോ എന്ന് പരിശോധിക്കുന്നു. ഇതിനർത്ഥം xന്റെ മൂല്യം 0 മുതൽ 10 വരെയാകാം. എന്നിട്ട് yയും xും കൂട്ടുന്നു, അതായത് 0 അധികം 0 0 കിട്ടുന്നു. yയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു. ഇവിടെ 0 കിട്ടുന്നു. xനെ വർദ്ധിപ്പിക്കുന്നു. ഇതിനർത്ഥം xന്റെ മൂല്യം ഇപ്പോൾ 1. വീണ്ടും കണ്ടീഷൻ പരിശോധിക്കുന്നു. 1 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആണ്. കണ്ടീഷൻ ട്രൂ ആയതിനാൽ മൂല്യങ്ങൾ കൂട്ടുന്നു. y അതായത് 0 അധികം x അതായത് 1. 0 അധികം 1 സമം 1. മൂല്യം 1 ആയി പ്രിന്റ് ചെയ്യുന്നു. x വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ xന്റെ മൂല്യം 2. കണ്ടീഷൻ വീണ്ടും പരിശോധിക്കുന്നു. 2 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മൂല്യങ്ങൾ കൂട്ടുന്നു. ആയതിനാൽ 1 അധികം 2 3 കിട്ടുന്നു. മൂല്യം 3 ആയി പ്രിന്റ് ചെയ്യുന്നു. ഇതുപോലെ x 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആയിരിക്കുന്നിടത്തോളം ഇത് തുടരുന്നു. ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ച് ഇതേ പ്രോഗ്രാം നോക്കാം. ഇതാണ് പ്രോഗ്രാം. നമ്മുടെ ഫയലിന്റെ പേര് do-while.c. ഈ ഭാഗം നേരത്തെയുള്ള പ്രോഗ്രാമിൽ വിശദമാക്കിയിട്ടുണ്ട്. അതിനാൽ ഡു വൈൽ ലൂപ്പിലേക്ക് പോകാം. ഇവിടെ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കണ്ടീഷൻ പരിശോധിക്കുന്നു. xന്റെയും yയുടെയും മൂല്യങ്ങൾ കൂട്ടിയതിന് ശേഷം സങ്കലന ഫലം yൽ സൂക്ഷിക്കുന്നു. പ്രവർത്തന തത്വം വൈൽ പ്രോഗ്രാമിലേതുപോലെയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ. ടെർമിനലിലേക്ക് തിരിച്ചു വരിക.
ജിസിസി സ്പേസ് ഡോ ഹൈഫൻ വൈൽ ഡോട്ട് c സ്പേസ് ഹൈഫൻ o സ്പേസ് ഡോ ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. /do ടൈപ്പ് ചെയ്യുക. എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് വൈൽ പ്രോഗ്രാമുമായി സാമ്യമുള്ളതാണെന്ന് കാണാം. ഡോ വൈൽ ലൂപ്പിന്റെ പ്രവർത്തനം നോക്കാം. വിൻഡോ റീസൈസ് ചെയ്യട്ടെ. ഇവിടെ xന്റെയും yയുടെയും മൂല്യം 0. ഈ രണ്ട് മൂല്യങ്ങൾ കൂട്ടുമ്പോൾ 0 കിട്ടുന്നു. ഇപ്പോൾ yയുടെ മൂല്യം 0. മൂല്യം 0 പ്രിന്റ് ചെയ്യുന്നു. x 1ആയി വർദ്ധിപ്പിക്കുന്നു. അതിനർത്ഥം xന്റെ മൂല്യം 1. കണ്ടീഷൻ പരിശോധിക്കുന്നു. ആദ്യം ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്തത് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടീഷൻ ഫാൽസെ ആണെങ്കിലും നമുക്ക് ഒരു മൂല്യം ലഭിക്കും, അതായത് 0. ഇവിടെ 1 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആണെന്ന് പരിശോധിക്കുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും മൂല്യങ്ങൾ കൂട്ടുന്നു. ഇപ്പോൾ 0 + 1 എന്നിട്ട് yയുടെ മൂല്യം 1ആയി പ്രിന്റ് ചെയ്യുന്നു. വീണ്ടും x വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ xന്റെ മൂല്യം 2. 2 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആണെന്ന് പരിശോധിക്കുന്നു. ഇവിടേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് മൂല്യങ്ങൾ കൂട്ടുന്നു. 1 + 2 = 3. yയുടെ മൂല്യം 3ആയി പ്രിന്റ് ചെയ്യുന്നു. ഇതുപോലെ xന്റെ മൂല്യം 10നേക്കാൾ ചെറുതോ അതിന് സമമോ ആയിരിക്കുന്നത് വരെ കണ്ടീഷൻ പരിശോധിക്കുന്നു. ഇതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വൈൽ കണ്ടീഷൻ സെമിക്കോളനോടെ അവസാനിക്കുന്നത് ശ്രദ്ധിക്കുക. വൈൽ ലൂപ്പിൽ കണ്ടീഷൻ സെമിക്കോളനിൽ അവസാനിക്കുന്നില്ല. C++ൽ ഈ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് C++ലെ വൈൽ പ്രോഗ്രാം. ലോജിക്കും ഇംപ്ലിമെന്റേഷനും C പ്രോഗ്രാമിലേതുപോലെയാണ്. stdio.h ഹെഡർ ഫയലിന് പകരം IOStream പോലുള്ള ചില മാറ്റങ്ങളുണ്ട്. യൂസിങ് സ്റ്റേറ്റ്മെന്റ് യൂസിങ് നെയിംസ്പേസ് std ഉൾപ്പെടുത്തുന്നു. printfന് പകരം cout ഫങ്ഷൻ ഉപയോഗിക്കുന്നു. വൈൽ ലൂപ്പിന്റെ ഘടന C പ്രോഗ്രാമിലേതുപോലെയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. പ്രോംപ്റ്റ് വൃത്തിയാക്കാം. എക്സിക്യൂട്ട് ചെയ്യാൻ g സ്പേസ് while.cpp സ്പേസ് -o സ്പേസ് while1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. /while1 ടൈപ്പ് ചെയ്യുക. എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് Cയിലെ വൈൽ പ്രോഗ്രാമിന്റേത് പോലെയാണെന്ന് കാണാം. C++ലെ ഡോ വൈൽ പ്രോഗ്രാം നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരിക. ഇവിടെയും ഹെഡർ ഫയൽ, യൂസിങ് സ്റ്റേറ്റ്മെന്റ്, cout ഫങ്ഷൻ തുടങ്ങിയ ചില മാറ്റങ്ങളുണ്ട്. ബാക്കിയുള്ളവ ഒരേപോലെയാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ വരിക. g സ്പേസ് ഡോ ഹൈഫൻ while.cpp സ്പേസ് -o സ്പേസ് ഡോ1 ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. /do1 ടൈപ്പ് ചെയ്യുക. എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് Cയിലെ ഡോ വൈൽ പ്രോഗ്രാമിന്റേത് പോലെയാണ്. ഇപ്പോൾ ചില സ്വാഭാവികമായ തെറ്റുകളും അവ തിരുത്തുന്നതും നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിലേക്ക് തിരികെ വരിക. ഇവിടെ xന്റെ മൂല്യം ഇൻക്രിമെന്റ് ചെയ്യുന്നില്ല എന്ന് കരുതുക. സേവ് ക്ലിക്ക് ചെയ്യുക. എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. ടെർമിനലിലേക്ക് തിരികെ വരിക. പ്രോംപ്റ്റ് വൃത്തിയാക്കാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ. അപ്പ് ആരോ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുക. വീണ്ടും അപ്പ് ആരോ കീ കൊടുക്കുക. ഔട്ട്പുട്ട് കാണുന്നു. പൂജ്യങ്ങൾ മാത്രം കാണുന്നു. ഇതിന് കാരണം ലൂപ്പ് അവസാനിപ്പിക്കാനുള്ള കണ്ടീഷൻ ഇല്ലാത്തതാണ്. ഇതിനെ ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയുന്നു. ഇൻഫിനിറ്റ് ലൂപ്പിന് സിസ്റ്റം പ്രവർത്തനരഹിതമാക്കുവാൻ കഴിയുന്നു. പ്രോഗ്രാം പ്രോസസറിന്റെ ടൈം മൊത്തമായി ഉപയോഗിക്കുവാൻ ഇത് കാരണമാകുന്നു. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വന്ന് തെറ്റ് തിരുത്താം. x++ഉം സെമിക്കോളനും ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്ത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ടെർമിനലിലേക്ക് തിരികെ വരിക. അപ്പ് ആരോ കീ പ്രസ് ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് വൈൽ ലൂപ്പ്, ഉദാഹരണം വൈൽ x is less than or equal to 10, ഡോ വൈൽ ലൂപ്പ്, ഉദാഹരണം ഡോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക്.
അവസാന ഭാഗത്ത് വൈൽ കണ്ടീഷൻ. ഒരു അസൈൻമെന്റ്. ഫോർ ലൂപ്സ് ഉപയോഗിച്ച് താഴെ പറയുന്നവ പ്രിന്റ് ചെയ്യാൻ പ്രോഗ്രാം എഴുതുക. 0 മുതൽ 9 വരെ ഫോർ ലൂപ്പിന്റെ ഘടന. ഫോർ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ, വേരിയബിൾ കണ്ടീഷൻ, വേരിയബിൾ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. എന്നിട്ട് ലൂപ്പിന്റെ ബോഡി. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.